ഉമ്മച്ചിയുടെ കൈയൊന്ന് മുറിഞ്ഞ അനീത്തിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കൈക്ക് റെസ്റ്റ് ആയതുകൊണ്ട് ഉമ്മച്ചി നേരെ അനീത്തിയുടെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ എന്നാൽ രാത്രി ഉമ്മച്ചിനെ കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവക്കടെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കുറേ ബെല്ലൊക്കെ അടിച്ച് ഞാൻ നോക്കി, 4-5 പ്രാവശ്യം കഥകയിലൊക്കെ തട്ടിയിട്ട് നോ റെസ്പോൺസ് ഇട്ടാ. അങ്ങനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയാണ് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാത്തതും കൊണ്ട് അവർ കടയിൽ ഫുഡ് കഴിക്കാൻ പോയേക്കാണെന്ന്. അങ്ങനെ ഞങ്ങൾ അന്ന് അപ്പം തന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ നിന്ന് ഒരു വഴിക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകുന്ന അശുഭലക്ഷണമാണല്ലോ. അങ്ങനെ നേരെ മക്കൾ പറഞ്ഞു ഫ്ലൈറ്റ് കാണാൻ പോകാം, എയർപോർട്ടിൻ്റെ ബാക്കിൽ പോകാമെന്ന് പറഞ്ഞു. ചെക്കന് ടർക്കി എടുക്കാൻ ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഷാളയച്ച് അവനെ പുതപ്പിച്ച്. അപ്പം എന്നോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു പെയർ ഡ്രസ്സാണേലും ടർക്കി ആണെങ്കിലും എന്താണേലും കഴിക്കരുതണോ എന്നുള്ളത്. ഞാനാണെങ്കിൽ വിട്ടും പോകും. രാത്രിയാണ് കേട്ടോ ഈ ഏരിയയിൽ കൂടുതലും കടകളിലെ ആൾക്കാരും കടകളൊക്കെ ഓപ്പൺ ആക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് 2-3 പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ ചോട്ടിൽ ഫ്ലൈറ്റ് വരുന്നത് കാണാൻ വേണ്ടി മക്കളെ കാണിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ഒരു ദിവസം ഇതിന് മുമ്പേ വന്നിട്ട് ഒരു കാക്കയെ പോലും കാണാണ്ട വിഷമത്തിന് ഞാനും മക്കളൊക്കെ തിരിച്ചു പോയെങ്കിലും ഇന്ന് തലങ്ങനെയും വിലങ്ങനെയും വന്നും പോക്കും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. നിറയെ ഫ്ലൈറ്റ് ആയിരുന്നു, മിനിറ്റുകൾക്ക് ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ അത് തന്നെ നോക്കി നിന്ന് മക്കളെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു എന്നാൽ ആ കടയിൽ നിന്ന് എന്തെങ്കിലും കുടിക്കാൻ, ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ചായ കുടിക്കാനായിട്ട് കടയിലോട്ട് കയറിയപ്പോൾ അവിടെ കപ്പയിറച്ചിയും പുട്ടും കപ്പയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാക്ക് കപ്പയിറച്ചിയും വന്നുകൊണ്ട് ഇക്കാക്ക് കപ്പയിറച്ചിയും പറഞ്ഞു. ഞാൻ കോളിഫ്ലവർ ബജി ആട്ടോ പറഞ്ഞത്. അതുമോ പതിവ് പോലെ വണ്ടിയുടെ കാറ്റടിച്ച് പുറക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവക്ക് എപ്പോഴുള്ളൊരു പതിവാണ്, ഇവൻ അടങ്ങി കിടക്കുകയാണെങ്കിൽ എന്തേലൊക്കെ കാട്ടി അവനെ എണീപ്പിക്കുക എന്നുള്ളത്. പിന്നെ അവനെ അങ്ങോട്ട് ആകെ വയലൻ്റ് ആക്കും. അങ്ങനെ ഞങ്ങൾ ഓർഡറാക്കിയ ഫുഡ് വന്നിട്ടാ കകടെ കപ്പ ഇറച്ചിയും എൻ്റെ കോളിഫ്ലവർ ബജിയും. അത് കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആകെ നിറഞ്ഞു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ആകെ 2-3 പേരുള്ളടത്ത് നിറയെ ആൾക്കാരായി. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി കയറിയിരുന്ന് കുറച്ച് നേരം അവിടെ വണ്ടിയുമ്പോൾ തന്നെ ഇരുന്ന് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പോയ സൈഡിൽ കൂടെ അല്ലാതെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നു കേട്ടോ. പോരുന്ന വഴികളിലൊക്കെ സൈഡിൽ കൂടെ ഓരോരോ കപ്പിൾസും ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. നിറയെ ആൾക്കാർ, ആളൊഴിഞ്ഞ പ്രദേശങ്ങളോട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് ഇതാ പമ്പിൽ കയറി പെട്രോൾ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ കോളിഫ്ലവർ എനിക്ക് പണി വന്നേം കൊണ്ട് ഒരു ഉപ്പ് സോഡ കുടിക്കാനായിട്ട് കടയിൽ കയറി. നേരെ വന്ന് ദിവസമായിട്ട് ആൾക്ക് മാറാത്ത ചുമയും കുറുകലും ജലദോഷവും എല്ലാം ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് മാക്ക് എന്ത് ഇത് വിട്ട് മാറുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ ഡെയിലി ആവി പിടിക്കാൻ പോയി വരില്ല കേട്ടോ പതിവായിരുന്നു. അങ്ങനെ എന്നാൽ വീട്ടിൽ തന്നെ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നെബിലൈസറും കൊണ്ട് വീട്ടിൽ തന്നെയായിട്ട് കേട്ടോ ഇപ്പം ഞാൻ 3 നേരവും പിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.